ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനി എങ്ങനെ ഹോസ്പിറ്റലിൽ അത്യാസന്ന നിലയിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. ദേവയാനിക്ക് കടുത്ത വയറുവേദനയൊക്കെ വരികയാണ്. അങ്ങനെ ഡോക്ടർമാർ എല്ലാ പരിശോധനകളും നടത്തി കഴിയുമ്പോൾ പറയുകയാണ് ദേവയാനിയുടെ ഓർഗൻസൊക്കെ വീക്കാണ് എന്ന് പറയുകയാണ്. അതിൽ ലിവർ തന്നെ ഉടനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറയുക. അതിനുശേഷം ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ച് പറയുകയാണ് കേട്ടോ നമ്മുടെ രേവതിയും അനാമികയും കൂടെ. അത് നമ്മുടെ നവ്യ കേൾക്കുകയും ചെയ്യാണ്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് ദേവയാനിക്ക് കടുത്ത വയറുവേദന വന്ന് പരിശോധനകളൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഡോക്ടർ ആദർശിനോട് പറയുന്നുണ്ട് അമ്മയുടെ ഓർഗൻസിനൊക്കെ പ്രശ്നമുണ്ട്, ലിവറിൻ്റെ കാര്യത്തിലൊക്കെ പ്രവർത്തനമൊക്കെ തീരാറായിട്ടുണ്ട്, അതുകൊണ്ട് ഉടനെ തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അതിനായിട്ടൊരു ഡോണറെ കണ്ടെത്തണം എന്ന്. അപ്പോൾ ആദർശ് പറയാണ് അത് ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ബ്ലഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മാറുമെന്ന്. അപ്പോൾ ഡോക്ടർ പറയാണ് ഞാൻ അങ്ങനെ ഉറപ്പിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, എന്നാലും ചിലപ്പോൾ എന്തെങ്കിലും ഓർഗൻസിനെയൊക്കെ അത് ബാധിക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ട ഡോക്ടർ, എങ്ങനെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും എന്ന് ആദർശ് ചോദിക്കുമ്പോൾ പറയാണ് ഉടനെ ഒരു ഡോണറെ കണ്ടെത്തണം, അത് എന്തെങ്കിലും റിലേഷനിലുള്ള ആരെങ്കിലും ആണെങ്കിൽ അത്രയും നല്ലത്, കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്നുണ്ട് നടക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്, അതുകൊണ്ട് ഉടനെ വേണം, വച്ച് താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ആദർശ് ഉടനെ പറയാണ് രക്തം നൽകിയത് നയനയല്ലേ, അപ്പോൾ നയനയുടെ ലിവർ എടുത്തൂടെ എന്ന് ചോദിക്കുക. അപ്പോൾ ഡോക്ടർ പറയണം ഒരിക്കലും അത് പറ്റില്ല, നയനയുടെ ലിവറൊന്നും പറ്റില്ല, ആ കുട്ടിക്ക് ബ്ലഡ് പോലും തരാനുള്ള ഒരാരോഗ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ ഇനിയിപ്പോൾ ആ കുട്ടിയുടെ ലിവർ കൂടി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ഭയങ്കര അബദ്ധത്തിലേക്കാണ് പോകുന്നത്, നയനയുടെ ജീവനെ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ആ കാര്യം അങ്ങ് മറന്നേരെ, വേറെ ആരെങ്കിലും ഉണ്ടെന്ന് അന്വേഷിക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ ആദർശ് അനിയോട് പറയണം അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് അമ്മയുടെ ഗ്രൂപ്പ് സെയിം ആണല്ലോ, അതുകൊണ്ട് നീ അനാമികയോടൊന്ന് ചോദിച്ചു നോക്കൂ ആ ലിവർ പകുത്ത് നൽകാൻ തയ്യാറാണോ എന്ന്. അപ്പോൾ അനി പറയാണ് എൻ്റെ ആദർശേട്ടാ അവളെങ്ങും സമ്മതിക്കില്ല, അന്ന് തന്നെ ഞാൻ ബ്ലഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൾക്കതൊന്നും പറ്റില്ല, അവളുടെ ബ്ലഡ് ഓർഗൻസ് ഒന്നും കൊടുത്തിട്ട് അവൾക്കൊരു ബന്ധങ്ങളും വേണ്ടാന്നാണ് പറഞ്ഞത് എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയണേ നീ ഒന്ന് ചോദിക്കാനി, വേറൊരു മാർഗ്ഗവും ഇല്ലാഞ്ഞിട്ടാ എന്ന് പറയാണ്. അനിയാണെങ്കിൽ ചെന്ന് അനാമികയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, അനാമികയെ എങ്ങനെയെങ്കിലും നീ വല്യമ്മയെ സഹായിക്കണം, വല്യമ്മയുടെ ജീവൻ ആപത്തിലാണ്, നീ ഇങ്ങനെ ഒരു ഉപകാരം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും വല്യമ്മയ്ക്ക് നിന്നോട് സ്നേഹം ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ രേവതിയും പറയണം മോളെ എന്നാൽ ചെയ്യുക, ദേവയാനിയുടെ സ്നേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ പല ഉപകാരങ്ങളും ഉണ്ട്. അപ്പോൾ അനാമിക പറയാം എന്ത് ഉപകാരം ഉണ്ടായാലും എൻ്റെ ജീവൻ കൊടുത്തിട്ടൊന്നും നടക്കില്ല, ബ്ലഡ് കൊടുത്ത അവളല്ലേ ആ നയന, അവളുടെ ലിവർ എന്താ എടുക്കാത്തത്, അപ്പോൾ ആപത്തുണ്ടാവും എന്നറിയാം, അപ്പോൾ അവളെങ്ങാനും മരിച്ചു പോയാലോ എന്നോർത്താണ് അത് ചെയ്യാത്തത്, അപ്പോൾ പിന്നെ ഞാൻ മരിച്ചങ്ങ് പൊയ്ക്കോട്ടെ എന്നല്ലേ, അങ്ങനെയൊക്കെയാണ് നിന്നെ. അല്ലെങ്കിലും എനിക്കതാണല്ലോ ആഗ്രഹവും, അതുകൊണ്ട് എന്തായാലും എൻ്റെ ജീവൻ കളഞ്ഞിട്ടൊന്നും ആർക്കും ഒരു സഹായവും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാണ് കേട്ടോ. അനിയാണെങ്കിൽ വന്നിട്ട് ആദർശിനോട് പറയാണ് അവൾ സമ്മതിക്കില്ല എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയാണ് ശരി അനി, നമുക്ക് വേറെ രീതിയിൽ എങ്ങനെയും അന്വേഷിക്കാം, ഇനി അധികം സമയവും ഇല്ല, പക്ഷേ നയനയുടെ എടുക്കാനായിട്ട് ഡോക്ടർ സമ്മതിക്കുന്നില്ല, നയനയ്ക്ക് 100 വട്ടം സമ്മതമാണെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അപ്പോഴും നയന പറയുന്നുണ്ട് ആദർശേട്ടാ ഞാൻ ചെയ്യാം, എൻ്റെ ജീവൻ ആപത്തുണ്ടായാലും ഒരു കുഴപ്പമില്ല, എനിക്കങ്ങനെ ആരോഗ്യസ്ഥിതി ഒന്നും മോശമൊന്നും അല്ല, അന്നങ്ങനെ ടെൻഷനൊക്കെ കാരണം ഞാൻ തലകറങ്ങി വീണെന്നൊക്കെ ഉള്ളൂ, അതുകൊണ്ട് ആദർശേട്ടൻ ഒരു കാര്യം ചെയ്യും ഡോക്ടറോട് സംസാരിക്കുന്നു പറയാം. അപ്പം ആദർശ് പറയുന്നുണ്ട് വേണ്ട നയനെ, അങ്ങനെ റിസ്ക് ഒന്നും എടുക്കണ്ട, നമ്മൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ നടക്കില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്, അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുക, ഇനിയും നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരു അർത്ഥമില്ല, ഉടനെ തന്നെ സർജറി നടത്തേണ്ടതുണ്ട്, ഞാൻ ഡോക്ടറോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് നയന പോയി ഡോക്ടറോട് സംസാരിക്കുക. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പറ്റില്ല, ഈ കുട്ടിയുടെ ഓർഗൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ബോഡി എത്ര വീക്കാണ്, മരണം വരെ സംഭവിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട് ഒന്നും സംഭവിക്കില്ല ഡോക്ടർ, അയ്യപ്പ സ്വാമിയല്ലേ ഉള്ളത്, എനിക്കൊന്നും സംഭവിക്കില്ല, അമ്മയുടെ ആയുസ്സിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് അമ്മയുടെ ജീവൻ ഒന്നും പറ്റാതിരുന്നാൽ മതി, ഇനി അഥവാ എനിക്കെന്തെങ്കിലും പറ്റിയാലും ഞാൻ മരിച്ചു പോയാലും അതൊന്നും ഒരു പ്രശ്നമല്ല, ഇപ്പോൾ ഈ സർജറി ചെയ്യാനായിട്ട് നോക്ക് എന്ന് പറഞ്ഞ് സമ്മതപത്രമൊക്കെ ഒപ്പിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നയനയെ
സർജറിക്കായിട്ട് കയറ്റുകയാണ് കേട്ടോ. ഇതിപ്പം വീട്ടിലൊക്കെ അറിയുമ്പോൾ ഭയങ്കര ബഹളമാണ്, കനക്കവും അതും ഒക്കെ. കനക്കുവാണെങ്കിൽ പൊട്ടിക്കരയാണ്, എന്താ ഈ കുട്ടി ചെയ്യുന്നത്, ഡോക്ടർ വേണ്ടാന്ന് പറഞ്ഞിട്ടും അവൾ എന്തിനിങ്ങനെ സമ്മതിച്ചു, ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്താവും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ആകെ മൊത്തം കൺഫ്യൂഷനിലാവുകയാണ്. പക്ഷേ നയന സമ്മതിക്കാൻ അങ്ങനെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ്. സർജറിക്ക് കയറ്റി, വലിയൊരു സർജറി തന്നെയല്ലേ, ആ സർജറിക്ക് കയറ്റി നയനയുടെ ലിവർ പകുത്ത് നൽകുകയാണ് ദേവയാനിക്ക്. അതിനൊക്കെ ശേഷം 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഡോക്ടറോട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്തുണ്ട് ഡോക്ടർ, എങ്ങനെയുണ്ട് അമ്മയുടെ അവസ്ഥ, എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയണം, നല്ല മാറ്റമുണ്ട്, ദേവയാനിക്ക് ബോധമൊക്കെ വീണിരിക്കുകയാണ്, അതുപോലെ തന്നെ മരുന്നുകളോടൊക്കെ പ്രതികരിക്കാൻ തുടങ്ങി, ഇനി നല്ല കെയറൊക്കെ കൊടുക്കണം, കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ തന്നെ വേണം, അത് കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതേസമയം നയനയുടെ കാര്യം എങ്ങനെയാണ്, നയനയെ ഡിസ്ചാർജ് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ആദർശ് വീണ്ടും ചോദിക്കുക, അപ്പോൾ പറയുന്നുണ്ട്, നയനയുടെ കാര്യം ഇച്ചിരി ക്രിട്ടിക്കലാണ്, ഇതുവരെ നയനയ്ക്ക് ബോധം വന്നിട്ടില്ല, അന്നേ ഞാൻ പറഞ്ഞതില്ലേ ആ കുട്ടിയുടെ ശരീരം വീക്കാണെന്നുള്ള കാര്യം, അതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒരു 24 മണിക്കൂറൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും, നയനയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടോ എന്ന് പറയാനായിട്ട്. നയന മരുന്നുകളോടൊന്നും പ്രതികരിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ദൈവത്തോട് പ്രാർത്ഥിക്കും, എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കാതിരിക്കില്ല എന്ന് ഡോക്ടർ പറയാം. അപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ ആദർശങ്ങ് ഞെട്ടിത്തരിച്ച് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പുറത്ത് നിൽക്കുന്ന കനകവും നന്ദുവും ഒക്കെ ചോദിക്കുന്നുണ്ട്. നന്ദു ചോദിക്കുക, ആദർശേട്ടാ നയനേച്ചിയെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാതോ, ഇങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പം ആദർശിന് ഒരു മറുപടിയില്ല. അതേസമയം ആനന്ദപുരിയിലും എല്ലാം അറിയുകയാണ് കേട്ടോ ഈ നയനയുടെ അവസ്ഥ. ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് നയനാനും ദേവയാനി രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം അറിയാണ്. അപ്പം നവ്യക്കൊക്കെ ആണെങ്കിലും ആകെപ്പാടെ പ്രയാസമാകണം. നവ്യ മനസ്സിൽ വിചാരിക്കുക, നയനയ്ക്കൊന്നും സംഭവിക്കരുതേ, അന്ന് ആ മരുന്ന് ഞാൻ കഴിച്ചിരുന്നേ, ഇപ്പം എന്താവുമായിരുന്നു എൻ്റെ അവസ്ഥ എന്നൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോൾ രേവതിയും അനാമികയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട് അനാമികയോട്, മോളെ ആ ദേവയാനി രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്, മറ്റവളുണ്ടല്ലോ അവളുടെ കാര്യം പോക്കാ, അവളുടെ കാര്യം അവൾ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, അന്ന് പറഞ്ഞില്ലേ അവൾക്ക് അതിനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലയെന്ന്, എന്നിട്ടും പോയി അമ്മായിയമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ലിവർ കൊടുത്തതാ, ഇപ്പം ജീവനോടെ വരുമോയെന്ന് കണ്ടറിയണം. അപ്പോൾ അനാമികയും പറയാണ്, ശരിയാണ് കേട്ടോ, ഞാനന്ന് കൊടുക്കാതിരുന്ന എത്ര നന്നായി, ഞാൻ പറഞ്ഞില്ലേ എനിക്കതൊന്നും പറ്റില്ല, എൻ്റെ ജീവൻ വെച്ചുകൊണ്ടുള്ള കളിയൊന്നും നടക്കില്ല എന്ന്. എന്തായാലും നന്നായി, ഒരു കണക്കിന് ചക്കിന് വെച്ചത് കൊക്കിനെന്ന് പറഞ്ഞ പോലെയായി, നയനയുടെ ഭാരം അങ്ങ് ഒഴിഞ്ഞ് കിട്ടുമല്ലോ ഇതോടെ. എന്തായാലും ദൈവം ഇത് ഒരു വിധത്തിലല്ലേ വേറൊരു വിധത്തിൽ കണ്ടു, ദേവയാനി രക്ഷപ്പെട്ടുകയും ചെയ്തു, നയനെ ആ വഴിക്ക് അങ്ങ് പോവുകയും ചെയ്തു, എന്തായാലും നമുക്ക് തന്നെയാമേ ലാഭം എന്ന് പറയാണ് കേട്ടോ. അപ്പം നവ്യ ഇതൊക്കെ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയാം, ശരിയാ, മൂത്തവക്ക് കലക്കി വെച്ച പാലാ ആ തള്ള കുടിച്ചത്, മൂത്തവള് പോയില്ലേലെന്താ, അതിലും വലിയ ശനിയാ അനിയത്തിയല്ലായിരുന്നോ, അവളങ്ങ് പോയി കിട്ടുമല്ലോ, എന്തായാലും നമ്മുടെ സമയം നല്ലതാണെന്നാണ് തോന്നുന്നത് മോളെ എന്ന് പറയാം. അപ്പോൾ അനാമികയും പറയാം, ശരിയാമേ, നമ്മുടെ സമയം നല്ലതാണെന്നാണ് തോന്നുന്നത്, നയനയ്ക്ക് ഏതായാലും ഒരു വിധത്തിലും അവൾ വിഷം കഴിച്ചില്ലെങ്കിലും അവളുടെ ജീവൻ പോയി കിട്ടുകയും ചെയ്യും, ഇനിയിപ്പോൾ അടുത്തത് ആ ചേച്ചിക്കിട്ട് തന്നെ കൊടുക്കണം, അവൾ അതിലും വലിയ വിഷവിത്താണ് എന്ന് പറയാനാമില്ല. അപ്പം ദേവതി പറയാണ്, മോളെ നീ ക്ഷമിക്ക്, ഒരെണ്ണങ്ങ് കാലിയാവട്ടെ, ഇനി പിന്നെ നമുക്ക് ചേച്ചിക്ക് കൊടുക്കാം, ഒന്ന് വച്ചപ്പോൾ പാളിപ്പോയി അവളങ്ങ് രക്ഷപ്പെട്ടു, ഇനി അവൾ രക്ഷപ്പെടില്ല മോളെ, നമ്മുടെ കയ്യിൽ തന്നെ കാര്യങ്ങളെന്നൊക്കെ ഇവർ പറയുകയാണ്. അപ്പം ഇതെല്ലാം നമ്മുടെ നവ്യ അങ്ങ് കേൾക്കുക. അപ്പം നവ്യ ആകെപ്പാടെ വിഷമിച്ചങ്ങ് നിൽക്കുകയാണ് നയനയുടെ കാര്യമൊക്കെ ഓർത്തിട്ട്. അപ്പം ഇതുകൂടി അങ്ങ് കേൾക്കുമ്പോൾ നവ്യയ്ക്ക് സഹിക്കാൻ പറ്റില്ല. നവ്യ ഓട്ടി വന്ന അനാമിയുടെ കരണത്തിൻ്റെ അടിക്കുകയാണ്, എടി നീയാണ് ഇതിനെല്ലാം കാരണം അല്ലേ, ദേവയാനി വല്യമ്മയ്ക്ക് ഇങ്ങനെ വരുവാനും അതുപോലെ നയനയുടെ അവസ്ഥ ഇത്ര മോശമാകാനും നീയൊക്കെ എത്ര ദുഷ്ടയാണ്, മരണത്തോട് മല്ലടിച്ചാണ് നയന കിടക്കുന്നത്, എന്നിട്ട് നീയൊക്കെ പറയുന്നു അവൾ പോയി കിട്ടിയാൽ മതി എന്നല്ലേ, നീയൊക്കെ എന്നും ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുമെന്ന് വിചാരിക്കേണ്ട, അഴി എണ്ണിക്കൂടി നിന്നെയൊക്കെ എന്ന് പറയാണ് കേട്ടോ നവ്യ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്